ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓണം സ്പെഷ്യലായിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കിട്ടുന്ന രസഗാളൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിളോ മാമ്പഴമോ കുമ്പളങ്ങയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും ഉപയോഗിക്കാം. ഇന്ന് ഞാനിവിടെ കുമ്പളങ്ങയും മത്തങ്ങയും കൊണ്ടാണ് കേട്ടോ ഈ ഒരു രസഗാളൻ ഉണ്ടാക്കിയിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മുരിങ്ങാക്കോലും വഴുതനങ്ങയും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോയോളം മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കാളൻ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കീറാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുളിവെള്ളത്തിൽ വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ. തൈര് ചേർത്തുണ്ടാക്കുന്ന കറിയാണിതെങ്കിലും വാളംപുളിയും നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തൈരും വാളംപുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ചില പ്രത്യേക കൂട്ടൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ പച്ചരി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് കളർ മാറി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ 1 മുറി തേങ്ങ ചിരവിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ചെറുജീരകം ചേർക്കില്ല കേട്ടോ. സാധാരണ മോരൊഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ചെറുജീരകം ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കാറ്. പക്ഷേ ഈ ഒരു രസഗാളന് നമ്മൾ ചെറുജീരകം ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ രസഗാളന് ഒരു വ്യത്യസ്തമായ രുചിയാണ്. പക്ഷെ നിങ്ങൾക്ക് ജീരകം കൂടി ചേർത്തിട്ട് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓതൻറ്റിക് ആയിട്ടുള്ള രസഗാളനിൽ ചെറുജീരകം ചേർക്കാറില്ല. കറിയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട അടച്ചെടുത്തിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ള മോരാണ് നമ്മൾ രസഗാളനിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. മിൽമയുടെ ഒരു പാക്കറ്റ് തൈര് മിക്സിയിലൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് അത് പാകമായിരിക്കും കേട്ടോ. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവും. ഈ ചൂട് കറിയിലേക്ക് ഇനി കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രസഗാളനിൽ കറിവേപ്പില മൂപ്പിച്ച് ചേർക്കാറില്ല. ഇതുപോലെ റോ ആയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുരുവായൂർ സ്പെഷ്യൽ രസഗാളൻ റെഡി ആയിട്ടുണ്ട്. സാധാരണ പുളിശ്ശേരിയും മോരൊഴിച്ച് കൂട്ടാനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് ഈ ഒരു രസഗാളന്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു രസഗാളൻ ഉണ്ടാക്കി നോക്കണേ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഈ ഒരു രസഗാളൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രസഗാളൻ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.